കട്ടിങ് ഇല്ലാതെ ഒറ്റ പ്ലേറ്റിൽ നമുക്കൊരു ബ്ലൗസ് തയ്ച്ച് നോക്കിയാലോ? ഒന്ന് നോക്കാം. കട്ടിങ്ങും ഇല്ല പ്ലീറ്റ്. കട്ടിങ്ങുള്ള ബ്ലൗസിൽ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് 3 പ്ലീറ്റുകൾ വേണം അല്ലേ? എന്താ മെനക്കേട്. ഇപ്പോൾ കട്ടിങ് ഇല്ലാത്ത ഒരു ബ്ലൗസ് എങ്ങനെ തയ്ച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് ബ്ലൗസ് പീസ് ഞാനെടുത്ത് ഒന്ന് മടക്കി, അതായത് എനിക്ക് എൻ്റെ കയ്യിലൊരു പഴയ ബ്ലൗസ് അളവിന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ അളവിന് തന്നേക്കുന്നതിൻ്റെ ആ ബ്ലൗസിൻ്റെ ആ ഒരു വണ്ണത്തിനനുസരിച്ചിട്ടാണ് ഞാൻ മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ മടക്കിയിട്ട ഭാഗം തൊട്ട് നമ്മൾ അളവ് ബ്ലൗസ് താണ്ട ഈ രീതിക്ക് മടക്കി അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ടിലോട്ട് വരത്തക്ക രീതിയിൽ വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, അടിഭാഗം ഒരിച്ചിരി വിട്ടിട്ട് വേണം വെക്കാൻ. കണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് വരണമല്ലോ. അപ്പം തയ്യൽ തുമ്പ് വരാൻ വേണ്ടി അടിഭാഗവും കുറച്ച് ഇട്ടേക്കണം. അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗവും കുറച്ച് 1/2 ഇഞ്ച് പൊക്കി വേണം മാർക്ക് ചെയ്യാൻ. അതേപോലെ സൈഡ്, കഷക്കുഴി, ഷോൾഡർ, കഴുത്ത് ഇത്ര ഭാഗവും ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം അളവിന് തന്ന ബ്ലൗസിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം വെട്ടാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അളവിന് തന്ന ബ്ലൗസിൻ്റെ അതേ കറക്റ്റ് മോഡലിൽ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴല്ല, അതേ അളവ് കറക്റ്റ് ആയിരിക്കില്ല. കഴുത്തൊക്കെ വീണ്ടും അങ്ങ് അകത്തോട്ട് പുറത്തിങ്ങനെ അകന്ന്, അതേപോലെ ഇറക്കം കുറയും. നമ്മൾ ഷോൾഡർ ഭാഗം പിന്നെ കുറച്ചും കൂടി വെട്ടില്ല എന്നുണ്ടെങ്കിൽ ഷോൾഡർ ഭാഗം തയ്ച്ച് കഴിയുമ്പം കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഇറക്കം കുറയും, വണ്ണം കുറയും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അത് പരിഹരിക്കാനാണ് എല്ലാത്തിലും ഒരു 1/2 ഇഞ്ച് ഇട്ട് വെട്ടാൻ മതി. 1/4 ഇഞ്ചായാലും മതി, 1/2 ഇഞ്ചായാലും മതി. 1/2 ഇഞ്ച് വെട്ടുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് ആവശ്യത്തിന് സമാധാനത്തോടെ തയ്ക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് ബാക്കാണ് വെട്ടുന്നത്. ബാക്ക് ഭാഗം വെട്ടിക്കഴിഞ്ഞിട്ടേ ഫ്രണ്ട് ഭാഗം വെട്ടാൻ പറ്റൂ. പിന്നെ കട്ടിങ് ബ്ലൗസ് അല്ലാത്ത ഈ ബ്ലൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാക്ക് പോർഷൻ വെട്ടി കഴിഞ്ഞിട്ട് അത് തന്നെ എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട് പോർഷനും നമുക്ക് വെട്ടാവുന്നതാണ്. അങ്ങനെ ഒരു ഗുണം ഉണ്ട്. അപ്പോൾ ആ ബാക്ക് ഭാഗം ഞാൻ വെട്ടിയതെടുത്ത് മാറ്റി, പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് അതിൻ്റെ ഇപ്പം മടക്കുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ട് ഭാഗം രണ്ടും എൻ്റെ നേർക്കിരിക്കുകയാണ്. അവിടെയാണ് ഹുക്ക് പടിയും അയിപ്പടിയും വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അളവിൽ എടുത്ത് വെച്ചിട്ട് ഈ ബാക്ക് പോർഷൻ അതിൻ്റെ മണ്ടയിലോട്ട് എടുത്ത് വെച്ചിട്ട് കറക്റ്റ് നമ്മൾ ബാക്ക് പോർഷന് വെട്ടിയതിനേക്കാളും ഇതിന് ഒരു 1/4 ഇഞ്ചും കൂടെ നമുക്ക് അയിപ്പടിയും ഹുക്ക് പടിയൊക്കെ വെക്കണ്ടേ. അപ്പം അതിൽ കുറച്ച് തയ്യൽ തുമ്പ് പോകുന്നതുകൊണ്ട് ആ ഭാഗത്തൊരു 1/4 ഇഞ്ച് കൂടെ അധികത്തിലിട്ട് വെട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അപ്പോഴത്തേക്കും എന്തായാലും നമ്മൾ ഹുക്ക് പടി അയിപ്പടിയും വെക്കാണ്ടിരിക്കുന്നില്ല. അപ്പോൾ വെക്കുമ്പോൾ അത്രയും കൂടെ അത് കറക്റ്റായിട്ടിരിക്കും. അതിനാണ് ഒരു 1/4 ഇഞ്ചും കൂടെ അധികത്തിലിട്ട് വെട്ടാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ബാക്ക് പോർഷൻ എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ വെട്ടി അതിൻ്റെ അതേ അളവിന് കഴുത്ത് മാത്രം എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് വെട്ടിയാൽ മതി കഴുത്ത് ഭാഗം. അപ്പം ബാക്കി കഴുത്തായിരിക്കില്ലല്ലോ എല്ലാവർക്കും ഫ്രണ്ട് കഴുത്തിൻ്റെ മോഡൽ വ്യത്യാസം വരും. അതേപോലെ കഴുത്തിറക്കം, കഴുത്തകലം അങ്ങനെയൊക്കെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കഴുത്ത് വെട്ടിയാൽ മതി. കഴുത്തൊക്കെ വെട്ടിക്കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിനി നമ്മളിത് വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രണ്ട് വെട്ടുന്നതിന് മുന്നേ കൈക്ക് തുണി ഉണ്ടോ എന്ന് നോക്കിയിട്ടേ വെട്ടാവൂ. കാരണം ചിലരൊക്കെ കറക്റ്റായിട്ടേ കൊണ്ടുതരത്തുള്ളൂ. അപ്പം വെട്ടുമ്പോൾ ചിലപ്പം കൈ തികയത്തില്ല. അതുകൊണ്ട് ആണ്. ഇനിയിപ്പോൾ കൈ വെട്ടാൻ നമ്മൾക്കറിയാമല്ലോ. അതിൻ്റെ ആ ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസ് എടുത്ത് വെച്ച് വരച്ചങ്ങ് വെട്ടിയാൽ മതി. തയ്ക്കുന്നത് അടുത്ത ഇതിൽ കാണിക്കാവേ.